വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിച്ചു കളയും. എന്താണ് വ്യർത്ഥവാക്യം? ഈ സാഹചര്യം ഒരു വ്യക്തിയെ പരിശീലിക്കുന്നതാണ്. ഈ ലോകത്തിന്റെ നന്മ തരാം, ലോകത്തിൽ നമുക്ക് സുഖ സൗകര്യങ്ങളെല്ലാം ഒരുക്കി തന്ന് അതിൽ മയങ്ങിപ്പോകരുത്. ഞാൻ ഈയിടയ്ക്ക് ഒരാളോട് ഇങ്ങനെ പറഞ്ഞു, എത്രയോ ദൈവമക്കൾ വിശ്വാസ ജീവിതം വിട്ടുപോയത് ഭംഗിമായ നന്മ അനുഗ്രഹം ദൈവം കൊടുത്തു, അതിൽ പ്രസാദിച്ച് അതിൽ പ്രശംസിച്ച് ആ നന്മയിൽ അവർ മുഴുകി ദൈവത്തെയും വിശ്വാസത്തെയും വിട്ടുപോയത്. ഭംഗിമായ നന്മകൾ അവർക്ക് ലഭിച്ചപ്പോൾ ദൈവത്തെ മറന്നു, ദൈവ വഴി വിട്ടുപോയി, വിശ്വാസം വിട്ടുപോയി. ഈ ലോകത്തെ ആസ്വദിക്കാൻ എത്രയോ പേർ അങ്ങനെ പോയി. ചിലർക്ക് വിശ്വാസത്തിൽ തീക്ഷ്ണതയോടെ നിന്നവർ അവർ പിന്തിരിഞ്ഞു പോയ അവസ്ഥ ഞാനും ചിലരെ ചിന്തിച്ചു. എല്ലാ നന്മയും ദൈവം അവർക്ക് നൽകി. ആവർത്തനം 28 അവസാനം പറയുന്നു, സകല നന്മകളുടെയും സമൃദ്ധി ഹേതുവായി അവർ ദൈവത്തെ ഹൃദയപൂർവ്വം മഹത്വപ്പെടുത്തുകയോ ചെയ്യാതെ പോയത് കൊണ്ട് അവർക്ക് ജീവിതത്തിൽ ഇന്നും പരീക്ഷകൾ പോരാട്ടങ്ങൾ നേരിടുകയാണ്. ആവർത്തനം 28 സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട് നിന്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെ സേവിക്കായിക്കൊണ്ട് യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും കൂടെ സേവിക്കണം. പക്ഷേ സകല നന്മകളുടെയും സമൃദ്ധി ദൈവം തന്നപ്പോൾ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു, ആദ്യ വിശ്വാസം നഷ്ടപ്പെട്ടു, ദൈവസന്നിധിയിൽ പോകാൻ സന്തോഷമില്ലാതായി, കൂട്ടവും കൂട്ടായ്മയും ഉപേക്ഷിച്ചു പോയിരുന്നു. നല്ല ഹൃദയ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ, മഹത്വപ്പെടുത്തുവാൻ, സേവിക്കാൻ കഴിയാതെ. കാരണം ഭംഗിയ നന്മകളിൽ അവർ പ്രസാദിക്കാൻ, ആദ്യം പുകഴാൻ തുടങ്ങി. അതിനാൽ എന്തു സംഭവിച്ചു എന്ന് താഴെ പറയുന്നു, ദൈവം അവരെ വിടുന്നില്ല. എന്നാൽ കഷ്ടങ്ങളും പരീക്ഷകളും ശത്രുപീഡകളും ഞെരുക്കങ്ങളും മറുസൈഡിൽ കൂടി ഇവർക്ക് നേരിടുകയും. എല്ലാം നന്മയുമുണ്ട്, പക്ഷേ ഭക്ഷണവുമുണ്ട്. വിശപ്പോടെ ജീവിക്കേണ്ടി വരുന്ന വിശപ്പോടെ അവർക്ക് ആഹാരം എല്ലാം ഉണ്ടെങ്കിലും ഭക്ഷിക്കാൻ കഴിയുന്നില്ല. മീഖാ പ്രവചനം പറയുന്നു, കേട്ടോ, അവന്റെ നാമത്തെ ഭയപ്പെടുന്നതാണ് ജ്ഞാനം. വടിയെയും അത് നിയമിച്ചവരെയും ഭയപ്പെടുന്നു. ഒരു വടി പുറപ്പെട്ടു വരുന്നു, അത് ആരാണ് നിയമിച്ച് അയച്ചതെന്ന് മീഖാ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 6-ാം അധ്യായത്തിന്റെ പട്ടണത്തോട് വിളിച്ചു പറയുകയാണ്, നിന്റെ നാമത്തെ ഭയപ്പെടുന്നത് ജ്ഞാനമാകുന്നു. ഈ ലോകത്തിലെ ജ്ഞാനജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നാമത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നതാണ്. അതാണ് ഈ ഭയത്തിൽ വടിയെയും അതിനെ നിയമിച്ചവനെ സത്യത്തിൽ. ഒരു വടി ജീവിതത്തിൽ വരുന്നെങ്കിൽ എന്താണ്, ആരാണ് അയച്ചിരിക്കുന്നത്? അത് എവിടെയെങ്കിലും പോയി എല്ലാവരെയും തരാൻ പോവുകയില്ല. ആര് നേരെയാണ് അയച്ചിരിക്കുന്നത് അവിടത്തെ പോകുന്നത്. ഒരു വടി പുറപ്പെട്ടു. ആരാണ് നിയമിച്ച് അയച്ചത്? പട്ടണത്തോട് വിളിച്ച് ദൈവം പറയുന്നു, അവന്റെ നാമത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നതാണ് ജ്ഞാന ജീവിതം. ദൈവം തരുന്ന ആലോചന കേട്ട് ആ ആലോചന ജീവിക്കുന്ന ഒരു ജീവിതമാണ് ദൈവപ്രസാദം. അത് വിട്ടുപോയിക്കുന്ന ഒരു വഴി പുറപ്പെട്ടു. എന്തിനായിട്ട് ആ വഴി അയച്ചു? അത് ഇഷ്ടം ചെയ്യും. ഒന്നിച്ച് പൗലോസ് ജീവിതത്തിൽ ഇങ്ങനെ ഒരു വഴി വന്നപ്പോൾ ഞാൻ ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചു, ഇത് നീങ്ങിപ്പോകാൻ. കർത്താവ് പറഞ്ഞ എന്റെ കൃപ ഞാൻ എന്റെ കൃപ മതി, നീ ബലഹീനപ്പെടുമ്പോൾ ആ കൃപ താങ്ങിക്കോളും. എന്നാൽ ആ വഴി മാറി. കാരണം കാണിക്കുന്ന ഒരു വ്യക്ത പ്രശംസാ കാര്യങ്ങളുണ്ടായിരുന്നു. താൻ
ബെന്യാമീൻ ഗോത്രക്കാരൻ, ഇസ്രായേൽ പൗരത്വമുള്ളവൻ, ന്യായപ്രമാണം അനുസരിച്ച് ശാന്തിയാണ്, ന്യായപ്രമാണം അരച്ചുകൂടിച്ചെല്ലാം നല്ല നിശ്ചയബോധമുള്ളവനാണ്, തന്റെ പാണ്ഡിത്യം നിമിത്തമൊക്കെയും പല പ്രശംസകളാണ്, വളരെ മാനിക്കുന്നു. പത്രോസിനാണ് ഇടത്തിനൊക്കെ പത്രസപ്പസിലേക്കൊക്കെ താഴെയൊക്കെ കാരണം ഭയങ്കരവാദമാണ്, ഉഗ്രവാദം നടത്തുന്ന രീതിയിൽ. കാര്യം പത്രോസിന് മീനും പിടിച്ച് കയറുന്ന പത്രോസ് ഈ പൗരസിന്റെ വാദങ്ങൾ കേട്ട് വാദം ചെയ്തു. താൻ അത്രത്തോളം പ്രശംസയുണ്ടായിരുന്നു. ചരിത്രവാക്യത്തിൽ പറയുന്നു, ഒരു ദൈവവൈദ്യന് പരീക്ഷയ്ക്ക് ചെയ്തു അവന്റെ പ്രശംസയാണ്. പ്രശംസ, സ്വയം പ്രശംസ നമ്മൾ വൈകുന്നെങ്കിൽ അതിന് പിന്നാലെ ഒരു പരീക്ഷയ്ക്ക്. ഒരു മനുഷ്യനെ വീഴ്ചയ്ക്ക് മുമ്പ് ഒരു ഉന്നത ഭാവം വരും. ആ സമയം നമ്മിൽ ഗുരുവാകുമ്പോൾ തന്നെ ദൈവസനെ താങ്ങുകൊണ്ട് പ്രവാചകന്മാരുടെ ദൈവം പറയുന്നു, ഞാനിതിന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്നെ ധനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്നെ ബലത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നെങ്കിലോ ഇത് ദൈവമായ അവർ നീതിയും ന്യായം നടത്തി ഈ നമ്മെ ദിനവും താങ്ങി നടത്തും. ആ ദൈവമായിരിക്കണം നമ്മുടെ പ്രശംസയും കുറിച്ചും. പലരും അതിനെ മറന്നു പോകുന്നത് ഒരു വടി പറഞ്ഞു. അത് നിയമിച്ചതിലേക്ക് തന്നെ അത് പോവുകയുള്ളൂ, എവിടെയെങ്കിലും പോവുകയല്ല. ദൈവം തന്നെ പറയുന്നല്ലോ, എന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം എന്റെ ഇഷ്ടം നിറവേറാതെ മടങ്ങി കഴിയും. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രശംസിക്കാൻ പറ്റില്ല. വായിച്ചാൽ ദൈവം പറയുന്ന ധനവാൻ തന്നെ ധനത്തിൽ പ്രശംസിക്കരുത്. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിഞ്ഞതിൽ തന്നെ പ്രശംസിക്കട്ടെ. നമുക്ക് പ്രശംസിക്കാൻ ആ കർത്താവിൽ മാത്രം. അതുകൊണ്ടാണ് ആമോദനസ്തവരുടെ സകല നന്മകളും ദൈവം നൽകി. പക്ഷേ ഇപ്പോൾ വിശപ്പോടെ ജീവിക്കുന്നു. എല്ലാം ഉണ്ട്, പക്ഷെ ഭക്ഷിക്കാൻ എല്ലാം അവരുടെ ജീവിതത്തിലുണ്ട്, അവരുടെ ജീവിതത്തിൽ ഉപകരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് പിന്നെ ഇത് കിട്ടുന്നത് എല്ലാം നമുക്ക് തന്നെങ്കിലും നമുക്ക് അനുഭവിക്കാൻ നോക്കുന്നില്ലെങ്കിൽ എന്തിനാ കണ്ടുകൊണ്ടിരിക്കാനുള്ള. എന്നാൽ ദൈവത്തിൽ പ്രശംസിക്കുന്നവർ, ദൈവത്തിൽ പുകഴ്ന്ന് ജീവിക്കുന്നവർക്ക് എല്ലാം തൃപ്തി, ആത്മാ സംതൃപ്തി. ആത്മാവ് തൃപ്തനായി കഴിയുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സ്വസ്ഥത. ആ സ്വസ്ഥതയാണ് ദൈവമക്കൾക്ക് തരുന്നത്. അതുകൊണ്ടാണ് ലോകത്തിലുള്ള അനേക അവസ്ഥ നോക്കുമ്പോൾ നമ്മൾ ഇത്ര ഭാഗ്യശാലികളാണ്. അവന്റെ പാദത്തിൽ ഇരുന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ വാക്ക് കേട്ട് അനുസരിക്കുക. അതുകൊണ്ടില്ലേ സരസ്വതി, എന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നവനോ നിർഭയം വസിക്കും, ദോഷഭയം അവരെ തൊക്കിയതെന്നാണ് സരസ്വവാക്യം 1-ാം അധ്യായത്തിന്റെ 33. എന്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈര്യമായിരിക്കുകയും ചെയ്യും. ഭൂമിയിൽ സ്വൈര്യമായി പാർക്കുന്ന ഒരു കൂട്ടം അവന്റെ പാദത്തിൽ ഇരുന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ ആലോചന കേട്ട് ജീവിക്കുന്ന ദൈവമക്കളെ പോലെ സ്വസ്ഥത സമാധാനം കൂടിയില്ല. അവർ സ്വൈര്യമായി പാർക്കുന്നു, ദോഷഭയം അവരെ തൊടുന്നില്ല, ശത്രുവരെ തൊടുന്നില്ല. കാരണം ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു. എന്നാൽ ദൈവത്തെ വിട്ടുപോകരുത്. അനേക ജീവിതങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ദൈവമക്കളെ ഈ വഴി എന്നാൽ ദൈവമക്കളെ അങ്ങനെ തിരിഞ്ഞാൽ തന്നെ ഈ വഴി ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കൂടിയാണ്. കാരണം യോബിന്റെ പുസ്തകം പറയുന്നു, അവരെ വീഴ്ച ദൈവം കാണിച്ചു. ഈ വഴി മുമ്പിൽ വരുന്നതിന് മുമ്പ് വിളിച്ചവൻ എന്തിനാണ്
എങ്ങനെ ജീവിക്കണമെന്നും എന്ന ആലോചന കേട്ടിട്ട് മറുത്തു പോയാൽ ആ യോബിന്റെ പുസ്തകം 36 അധ്യായം നീതിമാന്മാരിൽ അവന്റെ കടാക്ഷം മാറ്റുന്നില്ല. 36-ന്റെ അവൻ നീതിമാന്മാരിൽ നിന്ന് തന്റെ കടാക്ഷം മാറ്റുന്നില്ല. രാജാക്കന്മാരോട് കൂടെ അവരെ സിംഹാസനത്തിൽ ഇരുത്തുന്നു. അവർ എന്നേക്കും ഉയർന്നിരിക്കും. അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു. കഷ്ടതയുടെ പാശങ്ങളാൽ പിടിക്കപ്പെട്ടാൽ അവൻ അവർക്ക് അവരുടെ പ്രവൃത്തിയും അഹങ്കരിച്ചു പോയ ലംഘനങ്ങളെ കാണിച്ചു കൊടുക്കും. അവൻ അവരുടെ ചെവി പ്രബോധനത്തിന് തുറക്കുന്നു. അവർ നീതികേട് വിട്ടു തിരിവാൻ കൽപ്പിക്കുന്നു. അവർ കേട്ടനുസരിച്ച് അവനെ സേവിച്ചാൽ തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും ആണ്ടുകളെ ആനന്ദത്തിലും കഴിച്ചു കൂടും. കേൾക്കുന്നില്ലെങ്കിലോ അവർ വാളാൽ നശിക്കും. ബുദ്ധിമോശത്താൽ മരിച്ചു പോകും. അതുകൊണ്ടാണ് നീതിമാൻ വീണാലും നിരന്തരമായി കിടക്കാൻ അനുവദിക്കുന്നില്ല സർവശക്തൻ. ഈ ലോക ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നാലും എന്തെങ്കിലും ഒരു വീഴ്ച വന്നാലും വീണ് കിടക്കാൻ ദിവസം ഇവിടെ പറയുന്നു, ദൈവം അവരോട് ഇടപെടും, അവരുടെ ബുദ്ധിയെ തുറക്കും, ദൈവം അവരോട് സംസാരിക്കും. ചിലപ്പോൾ മറ്റുള്ളവരും കൂടി ഇവർക്കൊരു പ്രബോധനം കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ തിരിച്ചു വരുത്താനോ കഴിയുന്നില്ലെങ്കിൽ ദൈവം ദർശനത്തിൽ കൂടി ഇടപെടാറുണ്ട്. അതാണ് യോബിന്റെ പുസ്തകം 35-ാം അധ്യായത്തിന്റെ 33-ന്റെ 14. യോബിന്റെ പുസ്തകം 33-ന്റെ 14 മുതൽ. ഒന്നോ രണ്ടോ വട്ടം ദൈവം അരുളിച്ചെയ്യുന്നു, മനുഷ്യൻ അത് കൂട്ടാക്കുന്നില്ല താനും. ഗാഢനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു. അവരോടുള്ള പ്രബോധനಕ್ಕೆ മുദ്രയിടുന്നു. മനുഷ്യനെ അവന്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റുവാനും പുരുഷനെ ഗർഭത്തിൽ നിന്ന് രക്ഷിപ്പാനും തന്നെ. ഒന്നോ രണ്ടോ വട്ടം ഏത് മനുഷ്യനോടും ദൈവം ഇടപെടുന്നു. ഒരു വ്യക്തിയെ മടക്കി വരുന്നു. നാശത്തിലേക്ക് പോകുവാൻ ആരെയും ദൈവം അനുവദിക്കും. ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിന്ന് വേദം ഒരു വ്യക്തി അകന്നു പോയാൽ ദർശനത്തിലെ സ്വപ്നത്തിൽ കൂടി ദൈവം അവരോട് സംസാരിക്കാം. ഏത് വ്യക്തിയോടും ഒന്നോ രണ്ടോ വട്ടം സംസാരിക്കും. കേൾക്കുന്നില്ലെങ്കിൽ ആ നാശത്തിൽ ഇവിടെ ദൈവം രാത്രിയിൽ പ്രബോധനത്തിന് അവന്റെ ചെവി തുറക്കും. മനുഷ്യൻ തന്നെ ഗാഠനിദ്രയാവുന്ന നല്ല അവസ്ഥയുള്ള ഉറക്കം ആകുമ്പോൾ മനുഷ്യന്റെ അതേ മനസ്സ് നിശ്ചലമായിരിക്കുന്ന സമയം. ഈ സമയത്താണ് ദൈവം മനുഷ്യനോട് ഇടപെടുന്നത്. കഴിയാത്ത ലോകത്തിൽ ജീവിക്കുന്നവർക്ക് ഏകാഗ്രത മനസ്സിന് ഹൃദയപ്പെടുക. എന്നാൽ ഈ സമയം എല്ലാവരും ഹൃദയ മനസ്സ് നിശ്ചലമാണ്. ദൈവം മനുഷ്യനോട് അവന്റെ ജീവിതത്തിലെ വീഴ്ച എവിടെയാണ്? എന്താണ് ഈ കഷ്ടത്തിന്റെ കാരണം? നിനക്ക് ഈ ശിക്ഷ എന്തുകൊണ്ടാണ് ലഭിച്ചത് എന്ന് അവർ എന്തുകൊണ്ട് അവരുടെ സ്വഭാവമാണോ ഇന്ന സ്വഭാവമാണെങ്കിൽ അത് കാണിച്ചു. അവരോടുള്ള പ്രബോധനത്തിന് അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു. അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു. മനുഷ്യനെ അവന്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റുവാനും പുരുഷനെ ഗർഭത്തിൽ നിന്ന് രക്ഷിപ്പാനും തന്നെ. അപ്പോൾ അവരുടെ സ്വഭാവങ്ങൾ, ജീവിത വീഴ്ചകള് ദൈവത്തിന് അനിഷ്ടമായത് അവൻ കണ്ടപ്പോൾ ദൈവത്തിന് അനിഷ്ടം തോന്നിയപ്പോഴാണ് ഈ പണി നിയമിച്ചത്. നല്ല രണ്ട് തലമുണ്ടായി ഇല്ലേ? കൊച്ചുങ്ങളാടി തെറ്റ് ചെയ്യുമ്പം ചില അമ്മമാരാരും പിടിച്ച് ആ കുറ്റം ഓർമ്മപ്പെടുത്തിയിട്ട് അടിക്കുന്നു. ഞാൻ അങ്ങനെ പറയുമോ, നീ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ആട്ടി കൊടുക്കുന്നു. അവിടെ ചുമ്മാ കാണാൻ കഴിയില്ല. ഇതിനാണ് ആ കുറ്റം ബോധ്യപ്പെടുത്തി അവരെ ശിക്ഷിക്കുമ്പോൾ നാളെ അവരെ ചിന്തിക്കാൻ തുടങ്ങും. മക്കളെ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് തെറ്റാണ് ബോധ്യമാകും. ദൈവവും നമ്മോട് മാനശിക്ഷ കഴിക്കുന്നതാണ്.
എന്തിനെ ചോദിച്ചാൽ നമ്മെ കേട്ട് അനുസരിച്ച് മനസ്സിന് വന്നാൽ ജീവിതം ആനന്ദം സമൃദ്ധമായി മുന്നോട്ട്. ഇല്ല എങ്കിലോ നാശത്തിലേക്ക്. ഏത് വ്യക്തിയോടും അങ്ങനെ അനേക ക്രിസ്ത്യ ജീവിതം പിന്തിരിഞ്ഞു പോയത് ഭവ്യമായ നന്മകൾ ലഭിച്ചപ്പോൾ ദൈവം വിട്ടുപോയി. ദൈവം ബുദ്ധി പറഞ്ഞ് നോക്കുന്നു, കേൾക്കുന്നില്ലെങ്കിൽ അവർ സ്വന്തം ഇഷ്ടത്തിന്. 51 ശതമാനം അങ്ങനെയാണ് പറഞ്ഞത്, അയ്യോ എന്റെ ജനം എന്റെ വാക്ക് കേട്ടതില്ല. ദൈവത്തിന്റെ വാക്ക് കേട്ട് അവന്റെ വഴികളിൽ നടന്നെങ്കിൽ അത് നേരായി നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കിയതെന്ന് ദൈവം പറയുന്നു. എന്നാൽ അവിടെ പറയുന്നു, എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുന്നു. 81 സംഘടന. അയ്യോ എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. അവരുടെ വൈരിയുടെ നേരെ എന്റെ കൈ തിരിക്കുമായിരുന്നു. എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും എന്റെ വഴി നടക്കുകയും ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ അവരെ ഞെരുക്കുന്ന, അവരെ പീഡിപ്പിക്കുന്ന, അവർക്കെതിരായി പ്രവർത്തിക്കുന്ന ശത്രുവിന് നേരെ എന്റെ കൈ നീട്ടുമായിരുന്നു. പറഞ്ഞാൽ പ്രതികാരം ദൈവത്തിനുള്ളതാണ്. ദൈവം പ്രതികാരത്തിനുള്ളതാണ്. ഇത് ദൈവത്തിന് അവരെ സഹായിക്കാൻ കഴിയുന്നില്ല. മൗനമായി എന്താ കാരണം? എന്റെ വാക്ക് കേൾക്കുന്നില്ല, അവൻ എന്റെ വഴി. അതുകൊണ്ട് ദൈവത്തിനൊന്നും ചെയ്യാനൊക്കുന്നതിന് മൗനമായി. അവർ എന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ അവരെ ഞെരുക്കുന്ന ശത്രുവിൽ നിന്നും അവരെ പീഡിപ്പിക്കുന്ന ശക്തിയിൽ നിന്നും വിടിവിപ്പാൻ എന്റെ കാലം നീട്ടുമായിരുന്നു, ഞാൻ പ്രവർത്തിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് കഴിയുന്നില്ലെന്ന് പറഞ്ഞു. പരീക്ഷകൾ, കഷ്ടങ്ങൾ വരുമ്പോൾ ദൈവമക്കൾ ദൈവപാദത്തിലേക്ക് പോകും. എന്റെ നാമം വിളിക്കപ്പെട്ട ജനം തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ നിർവ്വാഹങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് കൂടി സൗഖ്യമായിട്ട് കൊടുക്കും. ഞാൻ തങ്ങളെ തന്നെ താഴ്ത്തി വിശുദ്ധീകരിക്കുന്ന ഒരു ദൈവവേദിന്റെ പ്രാർത്ഥന അവർക്ക് മാത്രമല്ല, അവരുടെ ചുറ്റുപാടുകൾക്കും ദേശത്തിന് കൂടി അനുഗ്രഹമാണ്. കാരണം ദൈവം അവരിൽ പ്രസാദം. ഇപ്പൊ ദൈവത്തിന്റെ പ്രസാദം എന്താണ്? ഇത് നാം ഗ്രഹിച്ചിരിക്കണം. അതിന് വിരുദ്ധമായി മറ്റും ആലോചനയൊക്കെ പലരും പറയാം, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതാണ്, ഇതാണ് എന്നൊക്കെ. അതാണ് ആദ്യം നിങ്ങളെ വഞ്ചിക്കരുത്. അങ്ങനെ ദൈവം ആലോചന, അവൻ ആലോചനയും ജ്ഞാനവും എല്ലാം ദൈവത്തിന്റെ പകരം. അങ്ങനെ ദൈവത്തിന്റെ ആലോചന കേൾക്കാൻ പോയ ജനത്തെ ഓർത്താണ് ആവർത്തന പുസ്തകത്തിൽ ദൈവം പറഞ്ഞത്, അയ്യോ അവർ അവരുടെ ഭവിഷ്യത്ത് മനസ്സിലാക്കി. അവൻ ആലോചന ഇല്ലാത്ത ജാതി എന്ന് ആവർത്തന 32 അയ്യോ എന്റെ ജനം എന്റെ വാക്ക് കേട്ടു. അവൻ ആലോചന ഇല്ലാത്ത ദൈവത്തിന്റെ ആലോചന കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് വരുന്ന ദോഷം എന്താണെന്ന് മനസ്സിലാക്കുന്നു. ആവർത്തനം 32 അവർ ആലോചനയില്ലാത്ത ജാതി, അവർക്ക് വിവേക ബുദ്ധിയില്ല. അവർ ജ്ഞാനികളായി അത് ഗ്രഹിച്ച് തങ്ങളുടെ ഭവിഷ്യം ചിന്തിച്ചുവെങ്കിൽ കൊള്ളാമായിരുന്നു. ദൈവം നോക്കി ഓരോ വ്യക്തികളെ നോക്കി പറയുക, ആലോചനയില്ലാതെ ജീവിക്കുന്നു. ആലോചന എവിടെ കിട്ടും? മനുഷ്യന്റെ നന്ദി വിടുന്ന ആലോചന കേട്ട് പോയി കഴിഞ്ഞാൽ അത് നിങ്ങളെ വഴി. ആലോചനയ്ക്കും സാക്ഷ്യത്തിനും മരുമയിൽ നിന്ന് ദൈവം വിളിക്കും. അങ്ങനെ കേട്ടാൽ അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിരുന്ന ആലോചന ദൈവം. എന്നാൽ ആലോചനയില്ലാത്ത അവർക്ക് വിവേക ബുദ്ധി. ലോകത്തിലേക്ക് തിരിഞ്ഞു പോകുന്നവർക്ക് നഷ്ടപ്പെടുന്നത് ദൈവത്തിന്റെ ആലോചനയും ദൈവം തന്ന ജ്ഞാനമാണ്. ആ ദൈവികമായ ജ്ഞാനം, അതാണ് പരിജ്ഞാനം തന്ന സ്വർഗീയ ആലോചനയാണ്. അത് ഇല്ലെങ്കിൽ സാധാരണ മനുഷ്യൻ. എന്നാൽ നമ്മെ ശ്രേഷ്ഠനും മാന്യനുമായി ദൈവം വേർതിരിച്ച് കാണുമ്പോൾ എന്തുകൊണ്ടാണ് ശ്രേഷ്ഠനും മാന്യനുമായി കാണുന്നത്? ഈ ശ്രേഷ്ഠമായ ഉപദേശം മുറുകെ പിടിച്ച് ജീവിക്കുന്നു. ഈ ശ്രേഷ്ഠമായ ഉപദേശം എന്ന് പറയുന്നത് എന്താണ്? അതിശ്രേഷ്ഠ തേജസ്സിലേക്ക് പോകുവാനുള്ള വിളിയും ഉപദേശം കൈക്കൊള്ളുന്നു.
ഈ ലോകത്തോടൊപ്പം അനുരൂപപ്പെട്ടു പോവല്ലാതെ മുമ്പിൽ വെച്ചിരിക്കുന്ന മഹാപ്രതിഫലവും അതിശ്രേഷ്ഠ തേജസ്സിലേക്കുള്ള ലക്ഷ്യവും അവരെ ജ്ഞാനി ആളാക്കി, വിവേകമുള്ളവരാക്കി, ദൈവപരിജ്ഞാനമുള്ളവരാക്കി, അത്യുന്നതന്റെ പുത്രന്മാരൊക്കെ വിളിക്കപ്പെടാൻ യോഗ്യരാക്കി അവരെ ഒരുക്കിക്കൊണ്ട് പോകുന്നു പരിശുദ്ധാത്മാവും ഈ വചനം. അത് കൈക്കൊള്ളാതെ വരുന്നതിനാലാണ്, സമാധാന മനുഷ്യരെ പോലെ ആയിപ്പോകുന്നത് കൊണ്ടാണ് എന്ത് ചെയ്തു അവർ ശ്രേഷ്ഠ മനുഷ്യരെന്ന് വ്യവസ്ഥ. കാരണം മാന്യൻ നിന്നും ദൈവം എന്താ പറയുക, ഞാൻ തന്നെ മാന്യനും വിലയേറിയവരുമായി എണ്ണുന്നെന്ന് പറയാൻ കാരണം ഒരു വിലപ്പെട്ട ജീവിതം. അതൊരു സാധാരണ ജീവിതമല്ല. ഉന്നതനായ ദൈവം എന്നെ ഉന്നതത്തിലേക്ക് വിളിച്ചിരിക്കുന്നു എന്നുള്ള ആ ലക്ഷ്യബോധത്തോടെ ജീവിക്കുന്നവരാണ്. അവർക്ക് അതിനേറ്റതായ ആലോചന ദൈവം കൊടുക്കുന്നുണ്ട്. ആ ആലോചന കേൾക്കുക മാത്രമല്ല, അത് പാലിച്ച് ജീവിക്കാനുള്ള ബുദ്ധി ജ്ഞാനവും ദൈവം നൽകുന്നു. ചരിത്രവാക്യം 1:2 പറയുന്നുണ്ട്. അതൊക്കെ വായിച്ചു നോക്കുമ്പോൾ ആലോചനയും പരിജ്ഞാനവും അവനിൽ നിന്നാണ്. അവന്റെ വിവേക ബുദ്ധി, മനുഷ്യന്റെ ജ്ഞാനവും വിവേകവും ദൈവമാണ് കൊടുക്കുന്നത്. ഇത് ദിവസീരുന്ന് ദൈവാലോചന കേൾക്കുന്ന ദൈവമക്കളെ ജീവിതം. അങ്ങനെയുള്ളവരോട് പറയുന്നത്, മുമ്പേ നിങ്ങൾ ഇരുളിലായിരുന്നു ജീവിതം, അന്ന് അജ്ഞാനികളായിരുന്നു, സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം വഴിക്കുന്നതാണെന്ന് ജീവിച്ചവരായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് സ്നേഹവാനായ ദൈവം അതേ വിശുദ്ധ വിളിയാൽ വിളിച്ചു. ആ ദൈവത്തിന്റെ വിളിയാണ് വിശുദ്ധ വിളി എന്ന് അപ്പോസ്തലൻ ഓർമ്മിക്കുന്നു. ആ സ്വർഗീയ വിളി, അത്യുന്നതങ്ങളിൽ നിന്നുള്ള വിളി കേട്ട് ആ വിളിച്ച ദൈവത്തെ പിൻപറ്റി ഇറങ്ങിയാണ് നമ്മുടെ വിശ്വാസം. വായിച്ചവൻ മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. മുമ്പേ നിങ്ങൾ ഇരുളിൽ ജീവിച്ച ഒരു ഇരുണ്ട മനുഷ്യനായിരുന്നു. ഇരുളിൽ ജീവിക്കുന്ന മനുഷ്യർ ഒരു ഇരുണ്ട ജീവിതമാണ്. അവന്റെ ഹൃദയത്തിൽ സന്തോഷമില്ല, സമാധാനമില്ല, ഭാവിയെക്കുറിച്ച് ചിന്തയില്ല. ഈ ലോകത്തിന് അനുഭവപ്പെട്ട് ജീവിച്ചു പോകുന്നു. അവൻ ഇഷ്ടത്തിനും താല്പര്യത്തിനും ജീവിക്കുന്നു. അങ്ങനെയാണ് 81 സംഘത്തിനെതിരെ അവർ വീണ്ടും മടങ്ങി പോയതുകൊണ്ടാണ് ദൈവം അവരെ പറഞ്ഞത്, അയ്യോ എന്റെ ജനം എന്റെ വാക്ക് കേൾക്കണം. അവർക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹവും ഒരുക്കി വെച്ചിരിക്കുന്ന അവകാശവും പ്രാപിപ്പാൻ അതിൻ്റെതായ പാതയെ ദൈവം അവരെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ വാക്ക് കേൾക്കാതെ എന്റെ ജനം ഇതാണ് പ്രവചനത്തിൽ 2-ാം അധ്യായത്തിലെങ്കിലും പറയുന്നു, എന്റെ ജനം 2 ദോഷം എന്നോട് ചെയ്യും. ഒന്ന്, ജീവൻ നീരുറവായ എന്നെ ഉപേക്ഷിച്ച് ദൈവമക്കളെ, നമ്മുടെ ഹൃദയ മനസ്സും ലോകത്തിലേക്ക് തിരിക്കുമ്പോൾ ദൈവം നിങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്ന കാരണമൊന്നുമില്ല. ദൈവാലോചന കേൾക്കാതെ ദൈവസേന വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് ആലോചനയാണ് ഇവിടെ തരുന്നത്. ആ ആലോചന കേൾക്കാതെ നിങ്ങൾ പോകുമ്പോൾ, അത് ഉപേക്ഷിച്ച് പോകുമ്പോൾ ദൈവം ജീവിതത്തിൽ നിങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നു. അയ്യോ എന്റെ ജനം എന്നെ ഉപേക്ഷിച്ചിട്ടാവും. മാത്രമല്ല പ്രവചനം പിന്നെ പറയുന്നു, ആകാശമേ കേൾക്ക്, ഭൂമിയെ ഇത് കേൾക്ക് നീ. എന്റെ ജനം 2 ദോഷം. ആകാശത്തെ ഭൂമിയെ സാക്ഷി വെച്ചാണല്ലോ ദൈവം ഈ പ്രമാണം ഉൽപ്പത്തി തന്നെ, അല്ലെങ്കിൽ ആ മോശയ്ക്ക് തന്നെ പ്രമാണം കൊടുത്തപ്പോഴും ആകാശത്തെ ഭൂമിയെ സാക്ഷി വെച്ചുകൊണ്ട്. പ്രവചനം 2-ാം അധ്യായം 12-13. ആകാശമേ ഇതിങ്കൽ വിസ്മയിച്ച് ഭ്രമിച്ച് ഏറ്റവും സ്തംഭിച്ചു പോക എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവായി എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ട കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. എന്നെ ഉപേക്ഷിച്ച് അവര് തന്നെ ഇനി ദൈവത്തെ കൂടെ ജീവിക്കാൻ അധ്വാനം തുടങ്ങി. അത് പൊട്ടക്കിണർ കുഴിച്ച് നിരാശപ്പെടുന്ന മനുഷ്യനെ പോലെ അവിടെ അധ്വാനിച്ച് കഷ്ടപ്പെട്ടു. ഒരു നന്മയും ഉണ്ടാകുന്നു. ദുഃഖവും നിരാശയും മാത്രമാണ്. ആ നിരാശയോട് നെടുവീർപ്പും ദുഃഖവും കേട്ടിട്ട് ദൈവം പറയാണ്, എന്നെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടിരിക്കോ എനിക്ക് നമ്മുടെ അധ്വാനങ്ങൾ വൃഥാവായി പോകുന്നതും ആ നന്മയ്ക്ക് അനുഗ്രഹത്തിന്റെ തടസ്സങ്ങൾ എന്താണ് അത് കണ്ടുപിടിച്ച് ക്രമീകരിക്കുകയാണ് ഒരു ബുദ്ധിമാന്റെ ജീവിതം. നാം ബുദ്ധിയുള്ളവരായിരിക്കണം.
ദൈവത്തിനുള്ള ജ്ഞാനവും ബുദ്ധിയും ദൈവം നമുക്ക് തന്നു. ആ കർത്താവിനെ പിരിഞ്ഞു പോവുകയല്ല. യേശു പറഞ്ഞത്, എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ ഒക്കിയേ. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനും കഴിയില്ല എന്നൊക്കെ തോന്നിയാൽ അതെല്ലാം പരാജയമുണ്ടാകും. നിങ്ങൾ നോക്കി ദൈവത്തെ അറിഞ്ഞ മക്കൾ ദൈവത്തെ വിട്ട് പോകുന്ന നോക്കി എന്തെല്ലാം നേടിയാലും അവരുടെ സമാധാനം സ്വസ്ഥിക്കും. ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാം ഉണ്ടെങ്കിലും അവനെ ഉപയോഗിക്കുന്നു. ദൈവത്തെ വിട്ട് എന്തെല്ലാം നിങ്ങൾ നേടിയാലും നിങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല എങ്കിൽ എന്നാൽ കർത്താവിനോട് ചേർന്ന് നിങ്ങൾക്ക് ദൈവമക്കൾക്ക് സ്വസ്ഥതയാണ് ദൈവം. അതായത് എന്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിച്ചുകൊണ്ട് ദോഷഭയമില്ലാതെ സ്വര്യമായ നിർഭയമായ ഒരു ജീവിതം നയിച്ച് സമാധാനം അനുഭവിക്കുന്ന ദൈവമക്കളെ ഭാഗ്യമുണ്ട്. കർത്താവ് നമുക്ക് തരുന്ന ദൈവത്തിന്റെ ആലോചനയുണ്ട്. ഇവിടെ പറയുകയാണ്, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ വെളിച്ചമാകുന്ന കർത്താവിൽ വസിക്കുന്നു. കർത്താവ് ലോകത്തിന്റെ വെളിച്ചം. നമ്മുടെ പിതാവ് വെളിച്ചത്തിന്റെ ദൈവം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം. ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് ആരടുക്കുമെന്ന് ചോദിക്കണം. അടുത്തുകൂടാത്ത വെളിച്ചമാണ്. എന്നാൽ ആ വെളിച്ചത്തിന്റെ ദൈവത്തിന്റെ അടുക്കിലേക്ക് നമ്മെ നടത്തുവാൻ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടുന്നത് ദിനവും ദൈവത്തിന്റെ ആലോചന നമ്മെ പ്രാപ്തരായി. ദൈവത്തിന്റെ വചനം വെളിച്ചം തീയാണ്, അത് വെളിച്ചമാണ്. 119 ചക്രത്തിൽ പറഞ്ഞില്ലയോ, എങ്ങനെയല്ലേ കിടക്കുന്നത്? നിന്റെ വചനം പ്രകാശപ്രദമാണ്, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതെന്ന് പറയുന്നു. 119 നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാകും. മനുഷ്യന്റെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് അവനെ വിവേക ബുദ്ധിയുള്ളവനാക്കി തീർക്കുന്ന ഈ വചനമാണ്. അത് ഒരു വ്യക്തിയെ പ്രകാശമുള്ളവനാക്കി അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്തോട് അടുക്കുവാൻ നമ്മെ പ്രകാശപൂരിതമാക്കി എടുക്കുന്നത് ഈ വചനമാണ്. ഈ വചനം സർവശക്തന്റെ വചനമാകിയാൽ അത് തന്നെ പോലെ നമ്മെ ഒരുക്കിയെടുക്കുന്നു. അതാണ് നമ്മുടെ വിശ്വാസം. അതാണ് ഈ അടുത്ത് വന്ന ദൈവം പറഞ്ഞ്, എന്നിലേക്ക് വന്ന് എന്റെ വചനം കേൾക്ക, എന്നാൽ നിങ്ങൾക്ക് പ്രാണരക്ഷ ഉണ്ടാകുന്ന ഇരിക്കാവുന്ന ഈ വചനം നമ്മെ ജീവിപ്പിക്കുന്നു. ഇത് നമ്മെ പ്രകാശപ്രദമാക്കുന്നുണ്ട്. ഇത് നമുക്ക് ജ്ഞാനവും ബുദ്ധിയും തരുന്നുണ്ട്. ഈ ലോകത്തിൽ സുബോധത്തോടും പറ്റിയോട് ജീവിപ്പാൻ അവ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നതാണ് തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്ന ഈ ലോകത്തിൽ സുബോധത്തോടും നല്ല ജ്ഞാനത്തോടും ജീവിപ്പാൻ നമ്മെ ശിക്ഷിച്ച് വളർത്തുക എന്ന് പറഞ്ഞാൽ അപ്പൻ ഇഷ്ടമക്കളെ ശാസിച്ചും ശിക്ഷിച്ചും തന്റെ മനസ്സിനൊത്ത് വളർത്തിക്കൊണ്ട് വരുന്ന പോലെ ദൈവം നമ്മെ ഇവിടെ വളർത്തി എടുക്കുകയാണ്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് ഈ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ നാം ജീവിക്കുന്നെങ്കിലും ഒരു സുബോധത്തോടെ ജീവിക്കണം. എന്താ സുബോധം? ഞാൻ ആരാണ്? ഒരിക്കൽ ഞാൻ ആരായിരുന്നു, ഇപ്പോൾ ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയുന്നതോടെ. മുമ്പേ നിങ്ങൾ ഇരുട്ടിലായിരുന്നു, ഇരുട്ടിന്റെ പ്രവൃത്തികൾ ചെയ്ത് ഒരു ഇരുണ്ട മനുഷ്യനായി, ഇരുട്ടിന്റെ അധികാരിയായ പിശാചിന് അടിമയായി, മൃത്യു മേയിച്ച് പാതാളത്തിന്റെ ആളുകളായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് സമാധാനമില്ല, സ്വസ്ഥതയില്ല, ഭാവിയെക്കുറിച്ച് ചിന്തയില്ല, ജീവിതത്തെക്കുറിച്ച് ഒരു ലക്ഷ്യബോധമില്ലാതെ ജീവിച്ചു. എന്നാൽ ഇന്ന് ഇതാണ് നമുക്ക് സുബോധം ഉണ്ടാകുന്നത്. ചിന്തിക്കുക, ഇന്ന് നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാണ്. വെളിച്ച മക്കൾ എന്നാണ് ലൂക്കോസുവിശേഷത്തിൽ പറയുന്നത്. ഈ ലോകത്തിന്റെ മക്കൾ വെളിച്ച മക്കൾ എന്ന് പറയും. വെളിച്ച മക്കൾ എന്ന് പറയുന്നത് ആരെയാണ്? വെളിച്ചത്തിന്റെ പിതാവിന്റെ മക്കൾ. നമ്മുടെ സ്വർഗീയ പിതാവ് വെളിച്ചം, അവന് ഇരുട്ട്. ദൈവം വെളിച്ചമാണ്, അവന് ഇരുട്ടും. അങ്ങനെയെങ്കിൽ ദൈവം വസിക്കുന്ന സ്വർഗം അവിടെ ഇരുട്ടില്ല, പ്രകാശപൂരിതമായ ഒരു ദേശം.
അതാണ് സിയോന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ആ ദൈവത്തിന്റെ മഹത്വം വിളങ്ങി നിൽക്കുന്ന ദേശം, ആ പ്രകാശപൂരിതമായ ആ ദേശത്ത് അവിടെ എല്ലാവരും പ്രകാശം ധരിച്ചു വസ്ത്രം ധരിക്കുന്ന പോലെയാണ് ദൈവം പ്രകാശം ധരിച്ചിരിക്കുന്ന സംഘത്തിൽ പറയുന്നു. അങ്ങനെയെങ്കിൽ ആത്മീയലോകത്ത് ചെല്ലുന്ന നാം എല്ലാം ഒരു തേജസ്സിന്റെ വസ്ത്രം ധരിച്ച് തേജോരൂപികളായി മാറ്റപ്പെടുകയാണ്. അതാണ് ഏതൊരു തോട്ടത്തിൽ മനുഷ്യൻ നഷ്ടപ്പെട്ട വസ്ത്രമായിരുന്നു. ആ തേജസ്സിന്റെ വസ്ത്രം ധരിച്ച് തേജോരൂപികളായി ആ വെളിച്ചത്തിന്റെ പിതാവിന്റെ സന്നിധിയിൽ അത് നിത്യമായ ഞങ്ങളുടെ പാട്ടുണ്ടല്ലോ, നിത്യത മുഴുവൻ പാടി നടക്കുന്ന അവസ്ഥ പാട്ടാണ്. നിത്യത മുഴുവൻ അതൊക്കെ സത്യമാണ്. അതൊക്കെ മറന്നു പോയത് അന്ന് പാടി പിന്നീട് ഒരു നിത്യത മുഴുവനും പാടി സന്തോഷിക്കുന്ന ഒരു സന്തോഷം നമുക്കുണ്ട്. ദൈവമക്കളുടെ പ്രത്യാശയാണ്. അത് ഓർത്ത് ജീവിക്കുന്നതാണ് നിങ്ങൾ. ഈ ലോകത്തിൽ സുബോധമുള്ളവരായി ജീവിക്കണം. ലോകത്തിന് പിന്നാലെ പോകേണ്ട സുബോധമില്ല. അവരെ കുറിച്ച് ചിന്തയില്ല. ഇന്നോ കുടിക്കുക, ലോകത്തെ ആസ്വദിക്കുക, നാളെ ചാവുമല്ലോ, പിന്നെ അത്ര കൊണ്ടാവുമെന്ന് നമ്മൾ ചിന്തിക്കുന്നു. എന്നാൽ ദൈവമക്കൾ അങ്ങനെയല്ല. ഒരു ഭാവി ലോകം തിരുവനന്തപുരം പറയുന്നു, ഭാവികാലം ഓർത്ത് കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ജ്ഞാനം വിവേകമുള്ളവർ നമ്മെ ആദ്യമായി ഉന്നത വിളിയുന്നത്, ഉന്നതകളിലേക്ക് പോകുന്നത് യാത്രയുമാണെന്ന് നാം ചിന്തിച്ച് ഗ്രഹിച്ച് ലോകത്തിൽ ജീവിക്കണം. അതിന് നമ്മെ ശിക്ഷിച്ചും ശാസിച്ചും വളർത്തുന്ന ഒരു പാതയിലൂടെ. എന്നാൽ മറ്റൊരിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ ശാസനയെ ശിക്ഷയില്ല. അതാണ് ഇന്ത്യയിൽ പലരും പോയി അവിടെ നോക്കി ശാസനയില്ല, ശിക്ഷയില്ല. നിങ്ങളുടെ മോനോളം പുകഴ്ത്തി പറഞ്ഞു പോകും. ആരും കടുപ്പ് പറയാനുമില്ല, എങ്ങനെയും ജീവിച്ചു പോകാം. എന്നാൽ ലോകത്തിൽ വായിച്ചത് ഭക്തികേടും പ്രപഞ്ച മോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ സുബോധത്തോടെ ജീവിക്കാൻ നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തും. നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അവിടെ വ്യക്തമായി തെളിയിച്ചു. ലോകത്തിൽ ജീവിക്കുന്നെങ്കിൽ ഈ ലോകത്തിന് അന്യരായി ജീവിക്കാതെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം ഒരു ജീവിതം നയിക്കുന്നു. ആ സുബോധം എന്ന് പറയുന്നത് എന്താണ്? എന്നെ വിളിച്ചത് ആരാണ്? എന്തിനായി വിളിച്ചു? എന്തിനായി എന്നെ വേർതിരിച്ചിരിക്കുന്നു? ഞാൻ എങ്ങോട്ട് പോകുന്നു എന്ന ചിന്താബോധം, അതാണ് വിവേകത്തോടുകൂടെ വിളിച്ചത്. അതില്ലെങ്കിൽ ഈ ലോകം മനുഷ്യർ അവർക്ക് ഇതിനെക്കുറിച്ച് ചിന്തയില്ല. അവർ ലോകത്തെ ആസ്വദിക്കണം, ലോകത്തിന്റെ ഗതിക്കനുസരിച്ച്. എന്നാൽ ദൈവമക്കളെ വേർതിരിച്ചിരിക്കുന്ന ചിന്ത നമ്മെ, നിങ്ങൾ മുംബൈയിൽ ഇപ്പോൾ വെളിച്ചം. ആ ഇരുട്ട് എങ്ങനെയായിരുന്നു മുംബൈയുടെ അനുഭവം? ആ ഇരുട്ടിന്റെ പ്രവൃത്തികൾ നാം കുരിഞ്ഞു കളയണം. എങ്ങനെയെങ്കിലും നാം ജീവിക്കേണ്ടവരല്ല. മുംബൈ ആരായിരുന്നു? എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 മുതൽ വായിച്ച്. നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്നും പേരുള്ളവരാകിയാൽ അഗ്രചർമ്മിക്കാർ എന്നും വിളിക്കപ്പെട്ടിരുന്നു. ആ കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊണ്ടു. മുമ്പെയുള്ള ജീവിതമായിരുന്നു, അതാണ് മുമ്പ് ഇരുളിലായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം തന്റെ കരുണ നിമിത്തം ആ നാശകുലീതും നിരാശ ജീവിതത്തിൽ നിന്നും, ആ പഴയതായ ചേറ്റിൽ നിരാശയോടെ കടന്ന അവസ്ഥയിൽ നിന്നും നമ്മെ വീണ്ടെടുത്തു. നമുക്കൊരു ജീവിത മാർഗം കാട്ടിത്തന്നു. ജീവന്റെ വഴി വെളുത്തു തന്നു. ജീവന്റെ ഉപദേശം തന്ന് നമ്മെ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, കർത്താവിന് പ്രസാദം എന്ത് എന്ന് ഓർത്ത് ഇനി നിങ്ങൾ ജീവിക്കണം. മുമ്പ് ആ ചിന്തയില്ലായിരുന്നു. ദൈവത്തെ അറിയുന്നില്ല, ദൈവകരമെന്ന് അറിയുന്നില്ല, സ്വർഗം എന്താണെന്ന് ഭാവി ലോകം എന്താണെന്ന് അറിയുന്നില്ല.
എന്നാൽ ഇന്ന് ദൈവം അത് വെളിപ്പെടുത്തുന്നതിന് പറയുകയാണ്, നിങ്ങൾ കർത്താവിന് കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളു. കർത്താവിന് എന്താണ് പ്രസാദം? എന്റെ ജീവിതത്തിൽ കർത്താവ് എന്താണ് പ്രതീക്ഷിക്കുന്നത്? എന്നെ കുറിച്ച് എന്റെ കർത്താവിന് എന്താണ് പ്രതീക്ഷ? അത് മനസ്സിലാക്കി കർത്താവിന്റെ പ്രസാദം എന്ത്? അതാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. അത് ഗ്രഹിച്ചുകൊണ്ട് ആ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിപ്പാൻ നിങ്ങൾ ലോകരല്ല, ലോകമനുഷ്യർക്കത് ഗ്രഹിക്കുന്നില്ല. എന്നാൽ ദൈവമക്കൾക്ക് അത് ഗ്രഹിച്ചെന്ന്. കാരണം താഴ്വച്ച 10-ാം വാക്യം, സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. വെളിച്ചത്തിൽ നടക്കുന്ന ദൈവമക്കളുടെ അനുഭവമാണ്. ഒന്ന് നീതിയുള്ളവരാണ്, മറ്റൊന്ന് സത്യത്തിലുള്ളവരാണ്, പിന്നെ സൽഗുണം സ്വഭാവം. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണങ്ങളാൽ പൂർണ്ണനായവരാണ്. ആ പിതാവിനെ പോലെ സൽഗുണങ്ങൾ ചെയ്യുന്നവരാണ് സൽപ്രവൃത്തികൾ. അതാണ് തീത്തോസ് ലേഖനം വായിച്ച നാളെ പറയുന്നത്. വീണ്ടും നാം എങ്ങനെ സൽഗുണമുള്ളവരാകണമെന്ന് പറയുന്നു. ഇപ്പൊ വായിച്ച നാളെ വാക്യം വായിച്ചു 2-ാം അധ്യായത്തിന്റെ തീത്തോസ് ലേഖനം. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ സുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. സൽപ്രവൃത്തി ചെയ്യുവാൻ സുഷ്കാന്തിയുള്ളവർ, സൽ സ്വഭാവമുള്ളവരായി, സൽപ്രവൃത്തിയിൽ ഫലമുള്ളവരായി. വേദപുസ്തകത്തിൽ വിശിഷ്ട ഫലങ്ങൾ, ചില വിശിഷ്ട ഫലങ്ങളെ കുറിച്ച് എടുത്തു പറയുക. ദൈവത്തിന്റെ തോട്ടത്തിൽ ദൈവം ഫലം സ്വീകരിക്കാൻ വരുന്നെങ്കിലും വിശിഷ്ട ഫലങ്ങൾ അടുക്കലേക്ക് ചെന്നാണ് ഉത്തമഗീതത്തിൽ പറയുന്നത്. ഒരു വിശിഷ്ട ഫലങ്ങളുണ്ട്. ആ ഫലങ്ങളിൽ ഒന്നാണ് സൽപ്രവൃത്തി ഫലം എന്ന് പറയുന്നത്. അത് നമുക്ക് ഫലങ്ങളെ കുറിച്ച് വേണ്ടി ചിന്തിക്കാം. എല്ലാവർക്കും ഫലം സംഘടിക്കും. എന്നാൽ സൽഫലമുള്ളവരായിരിക്കണം. അതിനെ നമ്മെ വേർതിരിച്ച് നിങ്ങൾ ഫലമുണ്ട്. അതോടൊപ്പം വെളിച്ചത്തിന്റെ ഒരു ഫലമുണ്ട്. അതാണ് വെളിച്ചമക്കളിൽ ഒരു വെളിച്ചത്തിന്റെ ഫലമുണ്ട്. ഈ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായിരിക്കണം. അതിനായി നിങ്ങൾ ഇപ്പോൾ ജീവിക്കണം. പരസ്പരം 1:13 വായിച്ച വെളിച്ചം എന്താണെന്ന് നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന്റെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന്. എന്നെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് ഈ ദൈവരാജ്യത്തെ അല്ലെങ്കിൽ പിതാവിന്റെ അല്ലെങ്കിൽ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കിക്കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആ പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം. കർത്താവേ, ഇരുട്ടിന്റെ ശക്തി, പാപത്തിന്റെ ശക്തി, മരണത്തിന്റെ ശക്തിയിൽ നിന്ന് എന്നെ വിടുവിച്ച് സ്വർഗ്ഗനാക്കിയത് ആ കർത്താവിനെ സന്തോഷത്തോടെ സ്തോത്രം എന്ന് പലർക്കും സ്തോത്രം ചെയ്യാൻ കഴിയും. മാത്രം നിങ്ങൾ സ്തോത്രം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം ഇരുണ്ടു പോകുന്ന റോമലേഖനത്തിൽ പറയും. ഇതാ കാരണം. റോമലേഖനം വായിച്ച അവർ ദൈവത്തെ അറിഞ്ഞു, ദൈവം എന്ന് അറിഞ്ഞു, അവന് മഹത്വം സ്തുതി കൊടുക്കേണ്ടവരാണെന്ന് അറിഞ്ഞു. പക്ഷേ അവര് വിവേകമില്ലാത്ത ഹൃദയമായതുകൊണ്ട് റോമ 1:21 അവർ ദൈവത്തെ അറിഞ്ഞവൻ ആരാണെന്ന് അറിഞ്ഞു, അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കും. അവൻ എന്റെ ദൈവമാണെന്ന് ഓർത്ത് മഹത്വം കൊടുക്കാൻ മനസ്സ് വരുന്നില്ല. നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവന്റെ ഉപകാരങ്ങൾ ഓർത്ത് നന്ദി കാണിക്കുന്നു. തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടും. അവന്റെ ജീവിതം പ്രകാശിക്കാതെ ഇരുണ്ടിരിക്കുന്ന എന്തുകൊണ്ടാണ്? നിങ്ങൾ വേണമെങ്കിൽ പറയാൻ ഞാൻ ആരെ പിടിച്ചൊരിക്കാൻ പോകുന്നില്ല, എണ്ണത്തിലുള്ള പാപത്തിന് പോകുന്നില്ല, അവരുടെ അക്രമം ചെയ്യാൻ പോകുന്നതൊന്നും ചെയ്യുന്നില്ല. ഇല്ല, അതല്ല ഇവരുടെ ജീവിതം വീണ്ടത്. ഈ ഒരു ജീവിതം
ഇരുണ്ട കാരണം എന്താണെന്ന് പറയുന്നു. പിടിച്ചുപിടിക്കാനോ കത്തിട്ട് കുത്താനോ മറ്റു ദോഷത്തിന് പോയതല്ല. അമേരിക്കയാണ് മാറി ഇസ്രായേൽ മക്കൾ അങ്ങനെയാണ് പരീക്ഷമാർ ചിന്തിച്ചത്. അതല്ല ഒരു വ്യക്തിയുടെ ജീവിതം. ദൈവത്തെ അറിഞ്ഞു, അവൻ ആരാണെന്ന് മനസ്സിലാക്കി, അവൻ എങ്ങനെ മഹത്വപ്പെടുത്തണം ആരാധിക്കണമെന്ന് അറിഞ്ഞ ശേഷം അവന് ബഹുമാനവും മഹത്വം കൊടുക്കാനില്ല. ദൈവത്തിന് പ്രസാദമില്ല വന്നതുകൊണ്ട്, അവരിൽ നിന്ന് ദൈവം മുഖം മറച്ചതുകൊണ്ട് അവർ ജീവിതം അവർ വിവേകമില്ല, തിരിച്ചറിഞ്ഞ ദൈവത്തെ തിരിച്ചറിയില്ല. അതുകൊണ്ട് ഇരുൾ എവിടെ ഉണ്ടോ അതിന്റെ പിന്നിൽ ഇരുളിന്റെ ശക്തി പ്രവർത്തിക്കും. അങ്ങനെയാണ് ഹൃദയം കഠിനപ്പെട്ട് ദൈവം ഈ ഇരുണ്ട സ്വഭാവത്തിലേക്ക് പോകുന്നത്. അതാണ് മൂന്നാം വാക്യം പറയുന്നത്. മുമ്പേ എങ്ങനെയുള്ളവരായിരുന്നു ഈ കർത്താവിനെ അറിയാതെ ജീവിച്ചപ്പോൾ അതേ സ്വഭാവത്തിലേക്ക് എത്രയോ ദൈവമക്കൾ ആത്മാവിൽ നടന്നവർ, അന്യഭാഷ പറഞ്ഞവർ ഇനി ഇങ്ങനെ തിരിഞ്ഞ കാരണം ഇതാണ്. മുമ്പേ നാമും ബുദ്ധി കെട്ടവരും അനുസരണമില്ലാത്തവരും വഴി തെറ്റി നടന്നവരും. ബുദ്ധി കെട്ടവർ, ബുദ്ധി എന്ന് പറയുന്നില്ല പറഞ്ഞാൽ ഈ ലോകത്തിൽ പല ബുദ്ധി ജ്ഞാനം നേടിയിട്ടുണ്ട്. പക്ഷെ സ്വർഗീയമായ ജ്ഞാനം അതാണ് പരിജ്ഞാനം. ആ പരിജ്ഞാനം എന്താണെന്ന് അറിയില്ല, ദൈവകരം നടന്നില്ല. ബുദ്ധി കെട്ടവരും അനുസരണമില്ല, ആരെ അനുസരിക്കല്ല, അവന്റെ സ്വന്തത്തിന്റെ മനസ്സിനെ അവരാരെങ്കിലും അനുസരിക്കാൻ പഠിപ്പിച്ചാൽ പോകും. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. അനുസരണം പഠിച്ചു ഇതൊരു അനുസരണത്തിന് കുറവാണ്. കാരണം സ്വർഗീയ മുഹൂർത്തം വിട്ടിറങ്ങി തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മരണം വരെ ക്രൂശിലെ മരണം വരെ പിതാവിനെ അനുസരിച്ച് കീഴ്പ്പെട്ട യേശുവിനെയാണ് പഠിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു അനുസരണം അവിടെ ഉണ്ടാകും. നിങ്ങളെ അനുസരണം പഠിപ്പിക്കുകയാണ് ഞങ്ങളുടെ ശുശ്രൂഷ. കാര്യം ഈ യേശുവിനെ തുടർന്ന് അനുസരണം പഠിച്ചു. യേശു അതാ മാതൃക വെച്ചേക്കുന്നത്. മുഹൂർത്തം വിട്ട് ഇറങ്ങി വന്നാൽ അങ്ങനെയെങ്കിൽ നമ്മൾ സ്വയം വിട്ട് ഇറങ്ങിയോ യേശുവിന്റെ കൂടെ നടക്കണം. മരണം വരെ ക്രൂശിലെ മരണം വരെ പിതാവിനെ അനുസരിച്ച് ഉൾപ്പെട്ട മാതൃകയാണ് യേശു. മുമ്പേ നിങ്ങൾ മനസ്സിന് കെട്ടവരായിരുന്നു, അത് ഇഷ്ടം പോലെ നിങ്ങൾ ഇതിന്റെ മനസ്സിൽ പോയത്. എന്നാൽ ഈ വിശ്വാസമായ ദൈവത്തിന്റെ ആത്മാവിൽ തന്നെ ആലോചനയുണ്ട്. കാരണം ഇത് നിത്യജീവനിലേക്ക് അവർ മാറ്റി. എങ്ങനെയെങ്കിലും ഓടി പോകുന്ന രീതിയിൽ പോവുകയല്ല. യശയാപ്രവചനം പറയുന്നു, ഒരു വിശുദ്ധ വഴിയുണ്ട്, ഒരു അശുദ്ധനും അതിൽ കൂടി കടന്നു. ഒരു വിശുദ്ധീകരിക്കപ്പെട്ട ദൈവമക്കൾ പോകുന്ന ഒരു വിശുദ്ധ പാതയുണ്ട്. അത് ദൈവത്തിന്റെ വഴി, അത് വിശുദ്ധമാണ്. ദൈവത്തിന്റെ വഴി എല്ലാവർക്കും വെളിപ്പെട്ടിട്ടുണ്ട്. യശയാപ്രവചനം 35 അധ്യായം. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും. അതിന് വിശുദ്ധ വഴി എന്ന് വിശുദ്ധ വഴി എന്ന പേര്. വിശുദ്ധ വഴി എന്താണ്? വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധ ജനം പോകുന്ന പാത, അതിശ്രദ്ധ തേജസ്സിലേക്ക് വിശുദ്ധനായ ദൈവത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുന്ന ദൈവങ്ങൾ പോകുന്ന പാത ദൈവത്താൽ ഒരുക്കപ്പെട്ട ഒരു രാജ്യക പാതയാണ്. ജീവൻ കൊടുത്ത് നമുക്കായി കർത്താവ് ഒരുക്കുന്ന പാതയാണ്. നമുക്ക് മുമ്പെയുള്ള വിശുദ്ധന്മാർ അതുവഴി പോയതാണ്. ഈ പാതയിൽ സങ്കീർത്തനം 84 പറയുന്നു, അവിടെ കണ്ണുനീരിന്റെ താഴ്വരകളൊക്കെ ഉണ്ട്, പല ദുർഘട പാതകളൊക്കെ ഉണ്ട്. അവിടെ ഒരു തിരുവഴിയുണ്ട്. അവിടെ എല്ലാം അശുദ്ധം, ഒരു അശുദ്ധനാണ് കടക്കുകയും സാക്ഷ്യവും മത്സരപ്പെടുന്ന അതിനകത്ത് കാണും. ഇത് വിശുദ്ധമാണ്. വിശുദ്ധീകരിക്കപ്പെട്ടവർ പാത, അത് ശിവന്റെ പാതയാണ്. ശിവനിലേക്ക് ലക്ഷ്യക്കാട്ട് ഒരു അശുദ്ധനും അതിൽ കൂടെ കടന്നു പോകുകയില്ല, അവൻ അവരോട് കൂടെ ഇരിക്കും. അവൻ അവരോട് കൂടെ ഇരിക്കുന്നു പറഞ്ഞാൽ ഈ പാത അങ്ങേറ്റം വരെ ഇങ്ങേറ്റം വരെയും രാജ സാന്നിധ്യമുള്ളതും രാജാവിന്റെ സംരക്ഷണമുള്ള ഒരു വഴിയാണ്. രാജാവ് ആരാ? നമ്മുടെ കർത്താവ് ശിവന്റെ രാജാവ്. ആ ശിവനിലേക്കുള്ള പെരുവഴിയാണ് ഈ പാത. എവിടെയും രാജസാന്നിധ്യമുണ്ട്, രാജാവിന്റെ സംരക്ഷണം. അതുകൊണ്ടാണ് ആ പാതയിൽ പോയവർക്ക് ദുഃഖവും നിരാശയുമില്ല, സന്തോഷവും ആനന്ദവും ജീവിതം എന്ന് പറയാൻ കാരണം. അവൻ അവരോട് കൂടെ ഇരിക്കും. വഴിപോക്കർ പോഷന്മാർ പോലും വഴി തെറ്റി പോകുകയില്ല. ഒരു സിംഹവും അവിടെ ഉണ്ടാകിയില്ല, ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല, ആവക അവിടെ കാണുകയില്ല. വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും.
പോകുന്ന ഒരു വ്യക്തിയെ ഒരു ദുഷ്ടമൃഗമായി തൊടുകയോ ദുഷ്ടത്തിന് തൊടുകയോ ചെയ്യും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആലോചന കേട്ട് അവന്റെ വചനപ്രകാരം ജീവിക്കുന്ന നിങ്ങളെ തൊടാൻ ആർക്കും കഴിയില്ല. നിങ്ങൾ ദൈവത്തിൽ നിന്നും ദൈവത്തിന്റെ ആലോചനയെ മറുതലിച്ച് ആ സ്നേഹത്തിൽ നിന്ന് വിട്ടു പോകുമ്പോഴാണ് നിങ്ങൾ ഹൃദയം ഇരുണ്ടു പോകുമ്പോൾ ഓർത്തുകൊള്ളണം, ഇരുട് എവിടെ ഉണ്ടോ അതിന്റെ പിന്നിൽ ഇരുട്ടിന്റെ ശക്തി. നിങ്ങളുടെ ജീവിതം ഇരുളാവാൻ നിങ്ങൾ ഇടം കൊടുക്കരുത്. ഇപ്പോൾ നിങ്ങൾ വെളിച്ചമാണ്. മുമ്പേ ഇരുട്ടായിരുന്നു, ഇരുട്ടിന്റെ ശക്തി സ്വാധീനപ്പെടുത്തിയിരുന്നു, അവൻ നിങ്ങളിൽ കർത്തൃത്വം നടത്തിയിരുന്നു. എന്നാൽ ഇന്ന് വെളിച്ചമുള്ളവരായി നിങ്ങൾ ജീവിക്കുക. ആ വെളിച്ചമുള്ളവരായി ജീവിക്കാൻ നമുക്ക് വായിച്ച ലേഖനം 1:10-11 വായിച്ച് നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് കർത്താവിന്റെ പ്രസാദം എന്താ? ദൈവം നിങ്ങൾ പൂർണ്ണമായി പ്രസാദിക്കാൻ കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണം. നിങ്ങൾ യുദ്ധത്തിന് നടന്നാൽ അതിനാണ് ഈ ഉപദേശപ്രകാരം നടക്കുന്നത്. ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളർന്ന് ആ ദൈവഗതം എന്താണെന്ന് മനസ്സിലാക്കി ആ ദൈവ ഇഷ്ടം ചെയ്യാനുള്ള ഒരുക്കമുള്ള മനസ്സോട് ഹൃദയത്തോട് നിങ്ങൾ ജീവിക്കും. കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണം. നിങ്ങളുടെ നടപ്പ് ആ ക്രിസ്തുവിന്റെ കാഴ്ചകളിൽ തന്നെയായിരുന്നു. ലേഖനം പറയുന്നു, സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കണമെന്നാണ് പറയുന്നത്. ദൈവം തരുന്ന ആലോചനയ്ക്ക് ഒത്തവണ്ണം നടക്കുന്ന ദൈവമക്കളെ കാലുകൾക്ക് വലിയ വിശേഷതയാണ് തിരുവചനം പറയുന്നത്. അതുകൊണ്ട് ഉത്തമത്തിൽ പറയുന്ന പ്രഭു കുമാരി ചെരുപ്പിട്ടിരിക്കുന്ന നിന്റെ കാൽ എത്ര മനോഹരമാണ്. ഈ ചെരുപ്പ് എന്ന് പറയുന്നത് സമാധാന സുവിശേഷത്തിന്റെ പാതയിൽ നടക്കുന്ന ആ കൃപയാണ്. അതുകൊണ്ട് ആ കാൽ എത്ര വിശേഷതയാണ് ഈ ദൈവത്തിന്റെ ആലോചനകളിൽ ജീവിക്കുന്ന ദൈവമക്കൾ. അതാണ് നിന്റെ നടപ്പിന്റെ നിർമ്മലത. യോബിനെ കുറിച്ച് നമ്മുടെ സ്നേഹിതന്മാർ വായിച്ചു പറഞ്ഞേ പറഞ്ഞേ, നിന്റെ ഭക്തി നിന്റെ ആശ്രയമില്ലയോ, നിന്റെ നടപ്പിന്റെ നിർമ്മലത നിന്റെ പ്രത്യാശയില്ലയോ. ആ വചനക്കാഴ്ചകളോ നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ, നിന്റെ നടപ്പിന്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ല. ആ ദൈവത്തോട് ഭക്തി, അതാണ് പറയുന്നത്. ആ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം, ആ ദൈവയിഷ്ടം എന്തെന്ന് ഗ്രഹിച്ച് ആ ദൈവയിഷ്ടത്തിൽ ജീവിക്കുന്ന ദൈവമക്കൾ ആ നടപ്പ്, ആ ആലോചന, ആ നടക്കുന്ന കാലുകൾ ദൈവത്തിന്റെ വഴിയെന്നും വിശുദ്ധ വഴിയെന്നും പ്രമാണങ്ങളുടെ വഴിയെന്നും കൽപ്പനയുടെ വഴിയെന്നൊക്കെ വേദോസം വിശേഷിപ്പിക്കുന്നു. ആ പാതിൽ പോകുന്ന ദൈവമക്കളുടെ കാലുകൾ നമുക്ക് നമ്മെ തന്നെ നമ്മുടെ സമയങ്ങൾ കഴിയുന്ന ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ദൈവം മുമ്പേ നാം ഈടായി. അന്ന് കർത്താവിനെ കൂടാതെ ജീവന്റെ വഴി എന്തെന്ന് അറിയാതെ, ജീവനാഥനെ അറിയാതെ, ജഡത്തിനും മനോകാരത്തിനും ഒത്തവണ്ണം ബോധിച്ച പോലെ നാം ജീവിച്ചെടുക്കാം. അന്ന് ഇങ്ങോട്ട് പോകുന്ന ലക്ഷ്യമില്ല. പാതാള ശക്തികൾ സ്വാധീനപ്പെടുത്തി മൃത്യു മേയിച്ചുകൊണ്ടിരുന്ന ഒരു കാലമായി. അതിനാണ് ദൈവം നമ്മെ വിളിപ്പിച്ച് വേർതിരിച്ച് നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച്, അതായത് നമ്മുടെ കണ്ണുകളെ തുറന്നു തന്നു. അതിനൊക്കെ താഴെ കാണുവാനും അവന്റെ സന്നിധി വരുവാനും അവന്റെ ആലോചന കേൾക്കുവാനും നമുക്ക് ഭാഗ്യം. അത് ഇന്ന് നാം വെളിച്ചമുള്ളവരെങ്കിൽ വെളിച്ചത്തിന്റെ ഫലം കായ്ച്ചു. ആ വെളിച്ചത്തിന്റെ പിതാവിനെ വെളിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ വെളിച്ചമായി ജീവിച്ച് ആ ദൈവത്തെ പ്രസാദിപ്പിച്ച് നാം അതേ വെളിച്ചത്തിന്റെ ദൈവം അതേ നമ്മിൽ വെളിപ്പെടാൻ നമുക്ക് അവകാശം നമുക്ക് ഒരു മനോഹര ദേശം നമ്മുടെ മുമ്പിലുണ്ട്. അതെ, നാം പ്രാപിക്കാൻ പോകുന്ന ആ സ്വർഗ ഭവനം, സ്വർഗീയ ദേശം, അതെ പ്രകാശപൂരിതമായ ഒരു ദേശം, ദൈവം വസിക്കുന്ന സ്ഥലം. അവിടെ ഇരുട്ടില്ല, രാത്രി അവിടെ ഇല്ല. പ്രകാശപൂരിതമായ ഒരു ദേശം, സൗന്ദര്യത്തിന്റെ സമ്പൂർണ്ണത എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. അവിടെ എത്തിച്ചേരുകയാണ് നമ്മുടെ ലക്ഷ്യം. അതിനായി ഈ ലോകത്തിൽ ജീവിക്കുന്നെങ്കിൽ ഈ ലോകത്തിന് സഹായത്തിനെ വിട്ടുകൊണ്ട് അതേ പിന്നിൽ നമ്മുടെ മുമ്പിലുള്ള അതേ സന്തോഷത്തെ മുറുകെ പിടിച്ചുകൊണ്ട്
പ്രാപിക്കാൻ പോകുന്ന മഹാപ്രതിഫലത്തെ ആ മനോഹര ദേശത്തെ കണ്ടുകൊണ്ട് അവിടെ എത്താനുള്ള ആശയോടെ നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവാത്മാവ് നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയാണ്. ആ ഓർമ്മ പുതുക്കി തരികയാണ്. ആ തീരുമാന പ്രതിഷ്ഠ നമുക്കൊന്ന് കൊടുക്കാം. അതെ, നമുക്ക് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. കർത്താവേ, എന്നെ അവിടെ കൊണ്ട് എത്തിക്കണം. പിശാച് ചിലപ്പോൾ പറഞ്ഞേക്കാം, നീ അവിടെ എത്തിച്ചേരിയാൽ നിന്നെ നോക്കിയതെന്ന് പറയും. ഇല്ല, എന്റെ കർത്താവ് വിശ്വസ്തനാണ്. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. എന്നെ അവൻ അവിടെ കൊണ്ട് എത്തിക്കും. അതെ, അവൻ നമ്മെ ചൊവ്വേയുള്ള വഴി നടത്താൻ വാഗ്ദത്തമുണ്ട്. അവൻ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ കൊണ്ട് എത്തിച്ചെന്നിരിക്കുന്നു. ആ കർത്താവിന്റെ കാര്യത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ വരെ മാനിക്കുകയും Manavati